കറിയല്ല മട്ടൻ സ്റ്റ്യൂ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ 1 കിലോ മട്ടനായിട്ട് എടുത്തിരിക്കണേ. അതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വിനീഗറും, പിന്നെ വേണമെങ്കിൽ കുറച്ച് വെള്ളത്തോടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നേരെ ഈ മട്ടൻ അങ്ങോട്ട് വേവിച്ചെടുക്കുക. ഇനി ഒരു പാനിലോട്ടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് പട്ട കരയാമ്പൂ ഏലക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 സവാളയായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് വഴന്നൊന്നും വരുമൊന്നും വേണ്ട. അതിന് മുന്നേ ആയിട്ട് തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കുറച്ച് കറിവേപ്പിലോട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനില്ലേ അത് ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് തന്നെ തിളച്ച് പറഞ്ഞ സമയത്ത് തേങ്ങയുടെ 2ാം പാലില്ലേ നല്ല കനം കുറഞ്ഞ പാല് അതൊരു 1.25 കപ്പ് തുടങ്ങിയിട്ട് 1.5 കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും 1 ക്യാരറ്റ് അരിഞ്ഞതും പിന്നെ ഒരു 3-4 പച്ചമുളകും ആവശ്യമുള്ള ഉപ്പോടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തന്നെ തിളച്ച് പറഞ്ഞ സമയത്ത് അടച്ചു വെച്ചിട്ട് വേവിക്കണം കേട്ടോ. ഇനി ഉണ്ടല്ലോ ഇടക്കും തലക്കും ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമ്മളുടെ ആ ഒരു കറിയൊക്കെ നല്ലോണം കുറുകി ആ തേങ്ങാപ്പാലൊക്കെ അങ്ങോട്ട് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് കറിവേപ്പിലയും